ക്രിയേറ്റീവ് ഇസ് ദ ഫ്യൂച്ചർ. ഏത് കാലത്തും ക്രിയേറ്റീവ് ഫ്യൂച്ചർ. പക്ഷെ അന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഡേറ്റിനെ കുറിച്ച് പറഞ്ഞ ആളല്ലേ. അപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളോട്. ഞാൻ ചോദിച്ചായിക്കോട്ടെ, എന്താ ക്വസ്റ്റ്യൻ? ഇന്ത്യയിൽ ഏതൊക്കെ പിൻകോഡിൽ സാർ ഇത് വിറ്റ് പോകുന്നുള്ള സാറൊന്ന് കാണിച്ചത്. ഞാൻ 2 സെക്കൻഡ് കൊണ്ട് എന്താ മോനെ ഇന്നെ പിൻകോഡിലാണ്. ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിമ്പിൾ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ടക്ക് ഇൻ ദാറ്റ് ലൂപ്പ്. നിങ്ങളെ പിടിച്ചിട്ട് ആ ലൂപ്പിലിടണം. ഇട്ട് ഗിവ് യു ഇൻസ്റ്റന്റ് റിവാർഡ്. ആൻഡ്രോമേഡ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. സുഹൃത്തെ, നീ എനിക്ക് നല്ലപോലെ നീ ആരോടാ സംസാരിക്കുന്നത് നിന്റെ നരേഷൻ എനിക്ക് തായോ. നിന്റെ നരേഷൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് പറ്റുന്ന ആൾക്കാരെ നിനക്ക് ഓരോ വിദ്യാർത്ഥികളോടും ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്, യു ആർ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് പീപ്പിൾ ഓൺ ദിസ് പ്ലാനറ്റ് ടു സ്റ്റഡി മാർക്കറ്റിംഗ്. ബിക്കോസ് മാർക്കറ്റിംഗിന് ഇനി സംഭവിക്കാൻ പോകുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കും. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലെ ഡിജിറ്റൽ ആൻഡ് ഡാറ്റ സൈഡ് പ്ലസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാമീപ്യം നശിക്കില്ല. നമ്മൾ ChatGPT ആയിക്കോട്ടെ, നമ്മൾ ക്ലോഡ് ആയിക്കോട്ടെ, നമ്മൾ ബാക്കിയുള്ള ടൂളുകളായിക്കോട്ടെ, എങ്ങനെ ഞാൻ ഇതിനോട് ചോദ്യം ചോദിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കും. അത് നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും മക്കൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഗൂഗിൾ ഒന്ന് കയറി കിട്ടാൻ, അല്ലെങ്കിൽ മെറ്റയിൽ തന്നെ ഒന്ന് കയറി കിട്ടാനായിട്ട്. പക്ഷെ അതിനെന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് വേണം, അതിനെന്തെങ്കിലും എക്സ്ട്രാ പ്രിപ്പറേഷൻസ് ചെയ്യണോ? ഹായ് എവ്രി വൺ. സോ ഞാൻ ഇന്ന് ഭയങ്കര പ്രൗഡായിട്ടും അതേപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. കാരണം നമ്മളുടെ ഇന്നത്തെ എൻട്രിയുടെ പോഡ്കാസ്റ്റിൽ നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന അതിഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മെറ്റ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരുവിധം എല്ലാവരും അതിനോട് ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയിരിക്കും. പക്ഷെ മെറ്റയുടെ പേരൻറ് കമ്പനിയായ ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്കിൻ്റെ ബേസിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ എംപ്ലോയി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നത്. 3000 എനിക്ക് തോന്നുന്നു 3000 തൊട്ട് 4000 വരെയുള്ള ബിസിനസ് ഓണേഴ്സിനെ ട്രെയിൻ ചെയ്ത് അവരിലോട്ടേക്ക് ഫേസ്ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമ്മളുടെ കൂടെ എൻട്രിയുടെ കോഴ്സിൻ്റെ കൂടെ നമ്മളുടെ സീനിയർ മെൻറ്ററായിട്ടും കൂടി ഇപ്പം വർക്ക് ചെയ്യാണ്. അപ്പം മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് സാർ, വെൽക്കം ടു ദ ഷോ. അപ്പം സാറാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റ് ത്രൂ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊരു മാർക്കറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിംഗിൽ ഇനി ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരാളാണ് ഇതിപ്പോൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സാറിനടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സംസാരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എനിക്ക് അറിയേണ്ടത്, സാറ് ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് ഇതിലോട്ടേക്ക് വന്നതാണോ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റലി ഈ ഒരു ഫീൽഡിലോട്ടേക്ക് വന്നൊരു വ്യക്തിയാണോ? ടു ബി വെരി ഫ്രാങ്ക്, ആക്സിഡൻ്റലാണ്. ഇത് 2017 ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റിൻ്റെ അണ്ടറിലുള്ള ഒരു അപ്പെക്സ് ബോഡിയാണ്. ഈ അപ്പെക്സ് ബോഡിക്കും ഫേസ്ബുക്കും തമ്മിലൊരു ചർച്ച നടന്നു. അന്ന് ഫേസ്ബുക്ക് വളരെ ഇൻസെപ്ഷൻ കാലമാണ്. ഇന്ത്യയിൽ അധികം ഇൻട്രോഡ് കിട്ടിയിട്ടില്ല. ക്ലോസ് ടു ഐ തിങ്ക് സോ 230 or 300 odd crores was the revenue of that time. And I think so the user base വളരെ അബ്സിമലാണ്. എനിക്ക് ആ നമ്പർ ഇപ്പം കറക്റ്റ് എത്രയാണ് അത് ഉള്ളത് എന്നുള്ളത് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. So they was having a clear objective that to actually make people understand why we are here. Why we are here എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഫേസ്ബുക്ക് എന്തിനാണ് ഇവിടെ ഇന്ത്യയിലുള്ളതെന്ന്. സോ അറ്റ് ദാറ്റ് ടൈം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഒരു ശൈശവകാലത്തിലാണ്. ഇറ്റ്സ് വാട്ട് വാസ് ലൈക്ക് ഇത്രത്തോളം അറിയാലോ. ഇപ്പോൾ ഒരു 2018 ശേഷമാണ് അതിൻ്റെ ഒരു ആക്സലറേഷൻ ഫേസ് വന്നത്. 2020 കൊറോണയാണ് സത്യത്തിൽ പറഞ്ഞാൽ ദ ട്രജക്ടറി തന്നെ ചേഞ്ച് ചെയ്തത്. ഓക്കെ, പിന്നെ അപ്പോൾ ഫേസ്ബുക്കിന് ഒരു വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നു ദാറ്റ് ഇന്ത്യയിൽ ആ സമയത്ത് ഓൾമോസ്റ്റ് ഐ തിങ്ക് സോ 6 crore പുറത്ത് MSME SMBs രജിസ്റ്റേർഡ് ആണ്. പക്ഷേ ആ ടൈമിൽ കേട്ടോ, നോട്ട് നൗ, ആ ടൈമിൽ. ആൻഡ് അതിൽ അന്ന് ഞങ്ങളടുത്ത് പറഞ്ഞൊരു കണക്ക് പ്രകാരം ലെസ് ദാൻ 5% ഓഫ് പീപ്പിൾ വെർ ഡിജിറ്റൽ. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റാറ്റ്സ് പറയാം. ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ, അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന കമ്പനി മുതൽ എല്ലാവിധ സോഷ്യൽ പ്ലാറ്റ്ഫോംസും നമ്മൾ എടുക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് സെഗ്മെന്റിൽ നിന്നാവും കൂടുതൽ വരുമാനം വരുന്നുണ്ടാവുക? ഈസ് ഇറ്റ് ഫ്രം കോർപ്പറേറ്റ് സൈഡ് ഓർ ഈസ് ഇറ്റ് ഫ്രം ദ MSME SMB സൈഡ്?
ഐ തിങ്ക് ഇന്ന് എടുക്കുവാണെങ്കിൽ ഏത് കാലത്ത് എടുക്കുകയാണെങ്കിലും MSME. ഏത് കാലത്ത് എടുക്കുകയാണെങ്കിലും MSME SMB തന്നെ. ഓക്കെ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ നമ്പർ 1 ഒബ്ജക്റ്റീവ് എന്ന് വെക്കുന്നത് ഫേസ്ബുക്ക് പറയണത് എന്താ? കണക്റ്റിംഗ് പീപ്പിൾ. എത്രത്തോളം ജനങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള പോയിന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കണക്റ്റിംഗ് പീപ്പിൾ എന്ന് വെച്ചാൽ ദർ ഇസ് ഡേറ്റ. വാട്ട് ടൈപ്പ് ഓഫ് ഡേറ്റ? മെനി ടൈപ്പ് ഓഫ് ഡേറ്റ. സൈക്കോഗ്രാഫിക് ഡേറ്റ, സൈക്കോഗ്രാഫിക് അല്ലാത്ത ഡേറ്റ, and data which can be used for actually persuading that person to buy or be a friend of a product or a service. Okay. ഇത്രത്തോളം കാര്യങ്ങളിലൂടെ SMBകൾക്കും MSMEകൾക്കും കൃത്യമായിട്ട് ഉപഭോക്താക്കളെ കണ്ടെത്താനുള്ള ഗ്രൗണ്ട് വർക്കാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. ഓക്കെ. ഞങ്ങൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ we went to each areas where we conducted programs, 3 hour, 4 hour, 6 hour programs, where we teach them basically ഇതാണ് സാധനം കുട്ടികളെ. This is the thing. സത്യം പറഞ്ഞ ഫേസ്ബുക്കിൽ ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്ക്രാച്ച് പ്രോസസ്സിൽ ഞങ്ങൾ ഭാഗമായി. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും അവരത് ഇംപ്ലിമെന്റ് ചെയ്യും. യൂറോപ്പിൽ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആ പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഇന്ത്യയിൽ അതിന് കുറേ അസോസിയേറ്റിംഗ് ബോഡീസിനെ അവർ സെലക്ട് ചെയ്തു. ആ ബോഡീസിനെ സെലക്ട് ചെയ്ത എല്ലാ വ്യക്തികളും കൂടി അഹമ്മദാബാദിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ. അഹമ്മദാബാദിൽ പോയപ്പോൾ അവരുടെ ഗ്ലോബൽ പോളിസി ടീം കംപ്ലീറ്റ് അവിടേക്ക് വന്നു. ഇന്ത്യൻ പോളിസി ടീം വന്നു. അന്ന് ഇന്ത്യൻ പോളിസി ടീം ഇല്ല. അന്ന് സൗത്ത് ഏഷ്യൻ പോളിസി ടീമുള്ളൂ. ഈ പോളിസി ടീമിൻ്റെ അണ്ടറിലുള്ള വ്യക്തികൾ വന്നു. ദേ ഇൻട്രാക്റ്റഡ് വിത്ത് അസ്. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് സ്കോപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം അവിടെ ഒരു കേസ് സ്റ്റഡി നടത്തി. അപ്പോൾ കേസ് സ്റ്റഡി നടത്തുന്ന സമയത്ത് ദേ ആസ്റ്റ് ലൈക്ക് ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒരു ഗോ ടു മാർക്കറ്റ് ആക്ഷൻ പ്ലാൻ, ഒരു മിനി ആക്ഷൻ പ്ലാൻ പോലത്തെ ഒരു പ്ലാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇവർ കാണിക്കാൻ പറഞ്ഞു. ഇതിലെനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു ദിസ് ഇസ് കൺസ്യൂമറിൻ്റെ പേഴ്സൺ ഇതായിരിക്കണം, ദിസ് വിൽ ബി ദ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ ഇതായിരിക്കണം, ഇങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് ഇൻട്രോഡ് ഉണ്ടാക്കേണ്ടത്. അന്ന് ഇത്രത്തോളം നമ്മൾ ഡെപ്ത് ആയിട്ട് അവയർനെസ് ഇതാണ്, കൺസിഡറേഷൻ ഇതാണ്, കൺവേർഷൻ ഇതാണെന്നൊന്നും അന്ന് സംസാരിക്കണില്ല. ഓക്കെ, ലൈക്ക് സോറി ടു ഇന്ററപ്റ്റ്. അപ്പോൾ ഈ സാർ കേസ് സ്റ്റഡിയിൽ സാറിന് ഫസ്റ്റ് കിട്ടിയല്ലോ. അപ്പം ഈ ഒരു കേസ് സ്റ്റഡി ഉണ്ടാക്കാൻ ഇത്രയും നോളേജ് ഇതിങ്ങനെയാണ് സാർ. അതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം. ഈ നോളജ് എന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ ഒരു പത്രത്തിൻ്റെ ബിസിനസ് സെക്ഷൻ വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. അപ്പം ഞാൻ ഗൾഫിലാണ് പഠിച്ചു വളർന്നത്. 12th വരെ അവിടെ ആയിരുന്നു. അവിടെ ഗൾഫ് ന്യൂസ്, ഖലീജ് ടൈംസ് പോലത്തെ പത്രങ്ങൾക്ക് ബിസിനസ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു യെല്ലോ കളർ പേജ് ഉണ്ട്. കുറേ ഇതുണ്ടാവും, ഒരു 10-12 പേജ്. അപ്പോൾ ഇതിരുന്ന് വായിക്കുക എന്നുള്ളത് അന്ന് ഇതിൻ്റെ ഡെപ്ത് എന്താണ്, ഇതിൻ്റെ പോയിന്റ്സ് എന്താണ്, ഇതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ വായിക്കുന്നത് ആ ഒരു ടേസ്റ്റ് ഞാൻ നാട്ടിൽ പഠിക്കാൻ വന്നപ്പോൾ ബിസിനസ് ടുഡേ, ബിസിനസ് ഇന്ത്യ, ഫോബ്സ് മാഗസീൻ, അതുപോലെ തന്നെ പിന്നെ കുറേ മാഗസീനുകൾ ഇതുപോലെ വരുത്തിയിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വായിക്കുന്ന ആ ശീലമാണ് സത്യത്തിൽ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് അവിടുത്തെ കൺസ്യൂമറിനെയാണ്. കൺസ്യൂമറാണ് നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത്. ഇവൻ്റെ ടേസ്റ്റ് മനസ്സിലാവണം, ഇവൻ്റെ സൈക്കോഗ്രാഫി മനസ്സിലാവണം, ഇവൻ്റെ ബിഹേവിയേഴ്സ് മനസ്സിലാവണം. ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്കൊരു പ്രൊഡക്റ്റോ സർവീസോ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാറ്റേൺ ബ്രേക്കർ ഉണ്ടാവും. എല്ലായിടത്തും ഒരു പാറ്റേൺ ഉണ്ടാവും. ഈ പാറ്റേണിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഗ്യാപ്പ്. ആ പാറ്റേൺ ബ്രേക്കിൽ കൊണ്ടുപോയിട്ടാണ് നമ്മളെ നരേഷൻ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ദിസ് പേഴ്സൺ വിൽ ഹാവ് എ സെക്കൻഡ് തോട്ട് പ്രോസസ്. ഇവൻക്കൊരു രണ്ടാമത്തെ ചിന്ത വരും, ഇതിപ്പോൾ എന്താ ഇങ്ങനെ. അപ്പോൾ വി സേ ടു ദം ദാറ്റ് ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയെന്ന് വെച്ചാൽ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ യുവർ പെയിൻസ്, ദീസ് ആർ യുവർ പെയിൻ പോയിന്റ്സ് ആൻഡ് ദീസ് ആർ യുവർ ഫ്രസ്ട്രേഷൻസ്, ദീസ് ആർ യുവർ ആക്ച്വലി സോൾവ് ചെയ്യാന്ന് നമ്മൾ നേരിട്ട് പറയില്ല. സോൾവ് ചെയ്യാന്നുള്ളതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ പറയുന്നത് അറിയോ, നമ്മൾ പറയാ ദിസ് ഇസ് എ സെക്കൻഡ് ഒപ്പീനിയൻ, യു മേ ട്രൈ, അത്രേ പറയുള്ളൂ, ബാക്കി പറയില്ല. യു മേ ട്രൈ എന്ന് പറയുമ്പോഴത്തേന് തന്നെ ദർ വിൽ ബി എൻ അഫിനിറ്റി ഇൻഡെക്സ്. ഈവൻ ഓക്കെ എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെയാണ് ഇവർ ഇതിലേക്ക് വരിക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഫേസ്ബുക്ക് വരുന്നതിൻ്റെ മുന്നേ ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. ഓർക്കൂട്ട് അതിനൊരു എക്സാമ്പിളാണ്, മൈസ്പേസിനൊരു എക്സാമ്പിളാണ്. ഫേസ്ബുക്കിന് എന്താ അത്ര വലിയ പ്രത്യേകത കിട്ടാൻ കാരണം? ഫേസ്ബുക്കിന് ഏറ്റവും വലിയ ഗുണം കിട്ടിയത് എന്താ വെച്ചാൽ
ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് എഴുതിയിടാനുള്ള സ്പേസ് ഫേസ്ബുക്ക് ഷെയർ ചെയ്യാനുള്ള സ്പേസ് കിട്ടി. മെയിൻലി എനിക്ക് തോന്നുന്നു പേഴ്സണൽ കാര്യങ്ങളായിരുന്നു അബ്സല്യൂട്ട്ലി. അതിന്റെ കൂടെ ഫേസ്ബുക്ക് ചെയ്ത ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഡേറ്റ മേടിച്ചു. പല സ്ഥലത്തുനിന്നും അഗ്രിഗേറ്റേഴ്സിൻ്റെ ഡേറ്റ മേടിച്ചു. ആ ഡേറ്റിനെ കറക്റ്റ് കൊടുത്ത് പ്ലഗ് ചെയ്ത് കൊടുത്തു ഈ സിസ്റ്റത്തിലേക്ക്. സോ അപ്പോൾ ഈ വ്യക്തികൾ ചെയ്യുന്ന ഡേറ്റകളും ഇവിടുന്ന് കിട്ടിയ പ്രൊഫൈലിംഗ് ഡേറ്റകളും കൂടി വെച്ചപ്പോൾ they understand that this is the map. അതായിരുന്നു അവർ ഫസ്റ്റ് പ്രോസസ് ആൻഡ് they did it very well. അത് മാത്രമല്ല 2012 അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു ബ്രേക്കർ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബിസിനസ് ടുഡേയിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചൊരു കാര്യമാണ്. they pivoted to mobile. ഡെസ്ക്ടോപ്പ് മാത്രമല്ല, അതാണ് ഒരു ഓൺട്രപ്രണർക്കും ഒരു മാർക്കറ്റിംഗ് പേഴ്സണും ഒരു കമ്മ്യൂണിക്കേഷൻ ആംഗിളിൽ പോകുന്നൊരു വ്യക്തിക്കും വേണ്ടി ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. ഓക്കെ, അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഓഡിയൻസിന് ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ടൂൾ പറഞ്ഞു കൊടുക്കാം. സി ദർ ഇസ് എ ടൂൾ കോൾഡ് മീറ്റ് ദ ഗ്ലിംസ്. ഓക്കെ, മീറ്റ് ദ ഗ്ലിംസ് ഇസ് എ ടൂൾ വിച്ച് അണ്ടർസ്റ്റാൻഡ്സ് ആക്ച്വലി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. ഏതെല്ലാം ഇൻഡസ്ട്രികളാണ് വളരാൻ പോകുന്നത്, ഏതൊക്കെ പ്രൊഡക്റ്റാണ് വളരാൻ പോകുന്നത്. ബൈ ദിസ് ടൂൾ ആക്ച്വലി മാമ എർത്ത്, ബോട്ട് പോലത്തെ കമ്പനികളൊക്കെ they understand that these are the products which is going to be crazy tomorrow. People buy. അത്രത്തോളം ഡേറ്റ് എന്ന് അവൈലബിൾ ആണ്. നമ്മൾ ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഞാൻ എല്ലാവരും പറയാറ്, ക്ലാസ്സുകളിലൊക്കെ പറയാറ്, ദിസ് ഇസ് നോട്ട് ഡിജിറ്റൽ ആക്ച്വലി, ദിസ് ഇസ് ഡേറ്റ ഡ്രിവൺ. ഈ ഡേറ്റയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ലൗഡ് പാർട്ട് ഓഫ് ദിസ് ജോബ്. ആക്ച്വലി അതിലോട്ടേക്ക് വരുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയാസ്, അതിൽ കുറച്ച് പോസ്റ്റ് ചെയ്യുക, കുറച്ച് കണ്ടുകൾ ചുമ്മാ വെറുതെ ഇടുക, അതേപോലെ തന്നെ വൈറാലിറ്റി ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ലൈക്ക് ഹുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് സാറിന് എന്താ പറയുന്നത്? ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഞാനും നമ്മുടെ ക്ലാസ്സസിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ മൊത്തം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ പോസ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല വെക്കേണ്ടത്, അതർ ദാൻ ദാറ്റ് നിങ്ങൾ ഒരു ഡേറ്റാസ് അല്ലെങ്കിൽ മാർക്കറ്റ് എന്താണ് എന്നുള്ളത് പഠിക്കണം. ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ഹൂ ആർ യു ഗോയിങ് ടു ടോക്ക് ടു. നിങ്ങൾ ആരോടാണ് സംസാരിക്കാൻ പോണത്. സോ വാട്ട് നറേഷൻ യു ആർ ഗോയിങ് ടു ടോക്ക് ടു. ബിഫോർ ദാറ്റ് യു ഹാവ് ടു പ്രോപ്പർലി റിസർച്ച്. നിങ്ങൾ നന്നായി റിസർച്ച് ചെയ്ത് കണ്ടെത്തണം ദാറ്റ് ദീസ് ആർ ദ ആട്രിബ്യൂട്ട്സ്, ദീസ് ആർ ദ വാല്യൂസ് ആൻഡ് ദീസ് ആർ ദെയർ ബിഹേവിയേഴ്സ്, പാറ്റേൺസ്. ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഇതെല്ലാം പഠിച്ചതിന് ശേഷം വി ക്യാൻ നറേറ്റ് എ സ്റ്റോറി. എന്ത് കാര്യത്തിനും ഒരു മനുഷ്യൻക്ക് അത് അദ്ദേഹത്തിന്റെ തലയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് അല്ലാതെ ഒരു ഓപ്ഷൻ. കാരണം അത് നമ്മുടെ DNA ഉള്ളതാണ്. അത് നിങ്ങൾ രാഷ്ട്രീയക്കാർ, നിങ്ങൾ ബിസിനസ്സുകാർ, നിങ്ങൾ രാഷ്ട്രീയക്കാരെ കണ്ടാൽ അവർ പറയുന്നൊരു വാക്കാണ് കഥ സൊല്ലട്ടുമ. ഓക്കെ, ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. ഈ ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി എന്ന് വെച്ചാൽ ആ സ്റ്റോറിയിലെ എല്ലാ പാറ്റേൺസിനും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഗിവ് ദം എ സെക്കൻഡ് തോട്ട്. ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തത് ചെയ്യേണ്ടത് വി ഹാവ് ടു സ്പ്രെഡ് അവർ നോളജ്. അപ്പോൾ അവിടെ ഓർഗാനിക് കോണ്ടന്റ് വേണോ? തീർച്ചയായിട്ടും വേണം. വെബ്സൈറ്റിന് പ്രാധാന്യമുണ്ട്, സോഷ്യൽ മീഡിയക്ക് പ്രാധാന്യമുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ആ ബ്രോഡ് നോളജ് ചെയ്യുമ്പോൾ അതിൻ്റെ നറേഷൻസും ടോണും അതിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലും നമ്മൾ മാറ്റാം. ഇനിയിപ്പോൾ അത് മാത്രമല്ല, 2022 ശേഷം ChatGPT വന്നു. ChatGPT വന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ ഒന്നും കൂടി ബ്രോഡാക്കുകയാണ്. ആ ബ്രോഡാക്കുന്നതിലൊക്കെ പല പല ഘട്ടങ്ങളിൽ പല രീതിയിലായിരിക്കും ജനങ്ങൾ ഇത് എടുക്കുന്നത്. അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയലാണ് സത്യത്തിൽ ഒരു ഡിജിറ്റൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ കഴിവ്. എല്ലാ മേഖലകൾക്കും ഇപ്പോൾ പെയ്ഡ് ആഡ്സ് മാത്രം ചെയ്തിട്ട് ചിലവർ പറഞ്ഞതാണ് പെയ്ഡ് ആഡ്സ്. ഞാൻ അങ്ങനെ പറയില്ല. എല്ലാ മേഖലകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൺസ്യൂമറിനെ അറിയാം. അതെ, എക്സാക്ട്ലി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഇനി ഈ വൈറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഞാനിപ്പോൾ അടുത്ത് വായിച്ചൊരു ലേഖനത്തിൽ എനിക്ക് മനസ്സിലായത് ദാറ്റ് ഈസ് ഓൾസോ എ സയൻറ്റിഫിക് പ്രോസസ്സ്. അത് ചെയ്യാൻ പറ്റുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ അതിന് വേണമെങ്കിൽ ഞാനൊരു മെത്തേഡ് പറയും വിച്ച് ഇസ് കോൾഡ് സീഡ് ഫാമിംഗ്. ഇപ്പോൾ ദുരന്തർ എന്ന് പറയുന്ന പടം ഇതിൽ ഈ പണിയെടുത്തത്, അതിൽ ഫസ്റ്റ് പടം കുറച്ച് തുടക്കത്തിലൊക്കെ ഇങ്ങനെ ആൾക്കാർ കുറച്ച് കയറുന്നു, ബാക്ക് ആവുന്നു, ചില അഭിപ്രായങ്ങൾ. അപ്പോഴത്തിന് അക്ഷയ് ഖന്നയുടെ നരേഷൻ എടുത്ത് പുറത്തിട്ടു.
അതിനൊരു കരിസ്മ കൊണ്ടുവന്നു, ഒരു മാച്ചോയിസം കൊണ്ടുവന്നു. ഇന്നത്തെ വ്യക്തികൾക്ക് റെബല്യനാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, നെറ്റ്ഫ്ലിക്സിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വാർ ഡ്രഗ് ലോഡിൻ്റെ സീരീസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട് പൗലോ എസ്കോബാർ. അപ്പോൾ അത് റെബല്യസ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇന്നത്തെ കൺസ്യൂമർക്ക് അത് പഠിച്ചു. അത് പഠിച്ചപ്പോൾ ഇതേ ആറ്റിറ്റ്യൂഡിനെ പിടിച്ച് പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് സീഡ് ഫാമിങ് ചെയ്യാം. അപ്പോൾ അതൊക്കെ സയൻറ്റിഫിക് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞു, എന്തിൻ്റെ മുന്നേയും നമുക്ക് മനസ്സിലാക്കേണ്ട കൺസ്യൂമർ എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും. ഇത് അറിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക്, അതാണ് ഞാൻ ഒരു വ്യക്തിയോടൊന്ന് അഡ്വൈസ്, എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ടിങ്ങിന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അഡ്വൈസ് ചോദിക്കാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേ എന്നോട് ചോദിക്കും, ആഡ് ചെയ്താൽ ശരിയാവോ, CRM വെക്കാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളെ കൺസ്യൂമർ ആരാണ്, നിങ്ങളെ കൺസ്യൂമർ എങ്ങനെ ഇതിനോട് ബിഹേവ് ചെയ്യുക, കൺസ്യൂമർ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുക, കൺസ്യൂമറിന് ഈ കണ്ടന്റ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഈ കാര്യങ്ങൾ അവർക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ എളുപ്പമാണ്. ഇത് ശരിക്കും ഭയങ്കരമായിട്ട് വാലിഡ് ആയിട്ടുള്ളൊരു സാധനം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ സ്റ്റുഡൻസ് വരുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്ന സമയത്ത് ഇവർ ആദ്യം തന്നെ ഡയറക്റ്റ് പോകുന്നത് ഇതെങ്ങനെയാണ് ആഡ് റൺ ചെയ്യുക, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വെക്കുക, ഇതെങ്ങനെയാണ് കസ്റ്റം സെഗ്മെൻറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളാണ്. നമ്മളത് എത്ര തന്നെ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ കോഴ്സിൻ്റെ കേസിൽ തന്നെ പറയുകയാണ്, ചില സ്റ്റുഡൻസ് വരുന്നത് നമുക്ക് പക്ക പ്രാക്ടിക്കൽ മാത്രം മതി, നമുക്ക് ആദ്യം ആഡ്സ് മാനേജിൽ കയറാം, നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു സംഭവം ഇവിടെ തിയറി വേണം. നമ്മൾ ഈ തിയറി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമല്ല ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ് ഒരു സംശയം അതിനില്ല. അത് സംശയമേ ഉണർത്താൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ തിയറി എന്നുള്ളതിനെക്കാട്ടി നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യനോടാണ്. മാർക്കറ്റിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ടു ഹ്യൂമൻസ്. മനുഷ്യന്മാർ തമ്മിലാണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾ പ്ലാറ്റ്ഫോം ഏതാണോ, നിങ്ങൾ സിസ്റ്റം ഏതാണോ, ഏത് ഡെലിവറി മെത്തേഡാന്നുള്ളതും അവിടെ കാര്യമില്ല. അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ രണ്ട് മനുഷ്യന്മാർ തമ്മിലാണ്. മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്രൊയേഷ്യൻ കസ്റ്റമർ അയർലൻഡിൽ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നതും ഒരു അസർബൈജാനി കസ്റ്റമർ മേടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അയാൾക്ക് ഏതൊക്കെ തരം ആട്രിബ്യൂട്ട്, ക്രൊയേഷ്യക്കാരൻ്റെ ആട്രിബ്യൂട്ട് അസർബൈജാന്റെ മുകളിൽ പ്ലഗ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ 28 സംസ്ഥാനത്തിലും 7 യൂണിയൻ ടെറിട്ടറിയിൽ പിന്നെ ഓഡിയൻസിനെ സംബന്ധിച്ചും ദേ ഹാവ് ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ്. പല തരത്തിലാണ് അവർ ഡേറ്റിനെ ഇൻജസ്റ്റ് ചെയ്യണത്, ഡേറ്റിനെ അക്സെപ്റ്റ് ചെയ്യണത്. അപ്പം ആ കമ്മ്യൂണിക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാതെ ഒരുത്തം പോയിട്ട് എനിക്ക് പെയ്ഡ് ആഡ്സിലൂടെ എല്ലാം കിട്ടുമെന്ന് ഞാൻ നടക്കില്ല. ഇപ്പോൾ പെയ്ഡ് ആഡ്സിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കാം, അവിടെ തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പെയ്ഡ് ആഡ്സിന് തന്നെ നമ്മൾ പ്ലാറ്റ്ഫോമിനെ പഠിപ്പിക്കണ്ടേ? പ്ലാറ്റ്ഫോമിനെ പഠിപ്പിക്കണ്ടേ? പ്ലാറ്റ്ഫോമിന് മനസ്സിലാവണ്ടേ ഇത് ഏത് തരം ഓഡിയൻസിലേക്ക് അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഫേസ്ബുക്ക് നമ്മൾ തന്നെ, ഫേസ്ബുക്കിന് കുറെ ക്രോളിംഗ് ബോർഡ്സ് ഉണ്ട്. ഈ ബോർഡ്സ് എന്താ ചെയ്യുക? നേരെ പോയിട്ട് നമ്മൾ പേജിൽ പോയി നോക്കും, നമ്മുടെ കണ്ടന്റ് എന്താന്ന് നോക്കും, നമ്മുടെ കോണ്ടന്റിന്റെ പൊസിഷനിങ് നോക്കും. നിങ്ങൾ ആഡ് വിടുന്നതും ഇതും തമ്മിൽ വല്ല ന്യായവും നീതി ഉണ്ടാന്ന് നോക്കും, ഇല്ലേ? അതല്ല ഇപ്പം ആൻഡ്രോമഡ വന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ക്രിയേറ്റീവ് ഇസ് ദ ഫ്യൂച്ചർ. ഏത് കാലത്തും ക്രിയേറ്റീവ് ഫ്യൂച്ചർ. പക്ഷെ അന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി ഡേറ്റ അഥവാ കുക്കി ഡേറ്റകൾ കുറച്ചൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്തു, നമ്മളെ സഹായിച്ചിരുന്നു. ഇന്ന് GDPR അങ്ങനത്തെ കുറേ റൂൾസ് വന്നപ്പോൾ പ്രൈവസിക്ക് പ്രാധാന്യം വന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ, പ്ലാറ്റ്ഫോമുകൾക്ക് അത്ര കണ്ട് ലെവറേജ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം ഇത് കേസിലേക്ക് പോകും. അപ്പം അവരെന്ത് ചെയ്തു, നിങ്ങൾ മാന്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഡേറ്റ തന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അത് പല രീതിയിൽ സഹായിക്കാം. ഇന്ന് നമുക്ക് ഒരു കോണ്ടന്റിന് തന്നെ ആയിരക്കണക്കിന് വേരിയേഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമാണ്. അത് നമുക്കൊരു പ്രതിസന്ധിയല്ല. കാരണം എന്താ, നമുക്കൊരു കൺസ്യൂമർ ഏത് സംഭവത്തിന്റെ മുകളിൽ കൊണ്ടിട്ട് പ്ലഗ് ചെയ്യാന്ന് നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലേ? ഇപ്പൊ നിങ്ങൾ ആഡ് എടുത്തു കഴിഞ്ഞാൽ ലീസ്റ്റ് ഇംപ്രഷൻ കൗണ്ട് അങ്ങനെ എന്തോ മറ്റേ ആഡ്സ് മാനേജറിൽ നമ്മളെ ലൈബ്രറിയിൽ നമുക്ക് കിട്ടും, അല്ലേ? എന്തുകൊണ്ടാണ് കിട്ടുന്നത്? നിങ്ങൾ മക്കളെ ഇത് മനുഷ്യന് പറ്റണില്ല, നിങ്ങളിത് മാറ്റിക്കൊള്ളിന്ന് പറയില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് വെച്ചാൽ അത്രത്തോളം നമ്മൾ ഈ പ്ലാറ്റ്ഫോം അത്രത്തോളം കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഇത് ഗൂഗിളിനെ സംബന്ധിച്ചോളം ഇതിന്റെ ഇരട്ടിയാണ്. അത് നമ്മൾ സംസാരിക്കണേ ഇത് മണിക്കൂറോളം പറയേണ്ടി വരും. കാരണം ഗൂഗിളെ സംബന്ധിച്ച് നേറ്റീവ് ആഡ്സ് സംബന്ധിച്ചോട്ടെ, പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് പറ്റോട്ടെ, ഓർഗാനിക് ഡേറ്റ തന്നെ എന്തെല്ലാം രീതിയിലാണ്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ കുറേ വെബ്സൈറ്റുകൾക്ക് ഇൻഫോർമേഷൻ കോറിയുടെ മുകളിൽ എന്താ ചെയ്യണത്, കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് ചെല്ലണില്ല. അത് ഇവിടുന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ അറിയാണ്. പക്ഷെ അറിഞ്ഞാൽ തന്നെ അവർക്ക് കാര്യങ്ങൾ നമുക്ക് അടുത്ത
കാര്യങ്ങളിലേക്ക് എത്താനുള്ള അവസരം ഉണ്ട്. യെസ്. അത്രത്തോളം മനുഷ്യൻ്റെ പാറ്റേൺ, മനുഷ്യന് അത്രത്തോളം ഡേറ്റ വളരെ എക്സ്പാൻഡായിട്ട് കിട്ടുന്ന സമയത്തുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ഡേറ്റിനെ എങ്ങനെ കളിക്കണം എന്ന് നമ്മൾ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിപ്പിച്ചാൽ മതി. ഇത് പഠിക്കാൻ വരുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. ഇപ്പം ഇന്നലെ എൻട്രിയുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ, ഇന്നലെ അല്ല മിഞ്ഞാന്നാ തോന്നുന്നു, മിഞ്ഞാന്ന് ഒരുത്തൻ എന്നോട് ചോദിച്ചു, ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, എനിക്കൊരു കോഫി വെൻഡിങ് മെഷീൻ വെക്കണം സാറേ. നിങ്ങൾ ഭയങ്കര ഡേറ്റിനെ കുറിച്ച് പറഞ്ഞ ആളല്ലേ, അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളോട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആയിക്കോട്ടെ, എന്താ ക്വസ്റ്റ്യൻ? ഇന്ത്യയിൽ ഏതൊക്കെ പിൻകോഡിൽ സാർ ഇത് വിറ്റ് പോകുന്നുള്ള സാറൊന്ന് കാണിച്ചു തന്നെ. ഞാൻ 2 സെക്കൻഡോട് എന്താ മോനെ ഇന്നെ പിൻകോഡിലാണ്. ആഹാ ഇതും കിട്ടൂ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ സാറേ ഓരോ സ്റ്റേറ്റിലെ ആൾക്കാർ കോഫി എങ്ങനെ കുടിക്കണം സാറൊന്ന് പറഞ്ഞോണ്ടാ. ഞാൻ മനിത പിടിച്ചോ, അതും കിട്ടുമോ? അപ്പം ഞാൻ അവസാനം നിന്നോട് അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രത്തോളം ഡേറ്റ് കിട്ടുമെങ്കിൽ ഇനി നിനക്ക് എന്താ വേണ്ടി? സാർ ഇത്രത്തോളം ഡേറ്റ് കിട്ടുമെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരോടും കയറി ഞാൻ സംസാരിക്കരുത്, ഞാൻ ഇനി എല്ലാവരോടും കയറി സംസാരിക്കരുതെന്നും ഇതാവശ്യമുള്ളവനോട് മാത്രം സംസാരിക്കുന്ന രൂപത്തിൽ എൻ്റെ രീതിയെ ഞാൻ മാറ്റണം എന്ന് ഇവിടുന്ന് പഠിച്ചു. ഞാൻ വിചാരിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ എല്ലാം കൂടി സെറ്റാക്കി ഇതിപ്പോൾ വേണ്ട നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന്. ഇതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഇൻസൈറ്റ്. ആ ഇൻസൈറ്റ് തന്നെയാണ് ഓഡിയൻസിനോട് പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും എല്ലാവരോടും കയറിയിട്ട് എല്ലതും ഇനി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ജനവിഭാഗം ഇന്നുണ്ട്. അത് മനസ്സിലാക്കി തരാൻ ഈ പ്ലാറ്റ്ഫോമുകളുണ്ട്, നിങ്ങളത് ഉപയോഗിക്കൂ. ഇപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ കൂടുതലും പറയുന്നത് ടേക്ക് യുവർ ബ്രാൻഡ് ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ എടുക്കും, എല്ലാവർക്കും എല്ലാ ഹ്യൂമൻ ബീങ്സിനെയും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓരോ ആൾക്കാർക്ക് ഓരോ ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്യുന്നതിന് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും നോക്കുന്നത്. അപ്പൊ അതേപോലെ ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവർക്ക് എന്താ മനസ്സിലാവാനുള്ള രീതിയിൽ. ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വസ്തുത ഞാൻ ക്ലാസ്സിൽ എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു ന്യൂറോ മാർക്കറ്റിംഗ് എന്താണെന്ന്. അതിനെക്കാട്ടി രസമുള്ളൊരു ആൻസറൊക്കെ കിട്ടി. അത് സാറേ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഓക്കെ, കേട്ടത് അവിടെ നിൽക്കട്ടെ, നീ എന്താ കേട്ടിക്കണെന്ന് വെച്ചാൽ അതൊന്നും അറിയില്ല, എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഡോപ്പമിൻ എന്താണെന്ന് അറിയിച്ചു. അപ്പം പറഞ്ഞു അത് എന്തോ മരുന്നിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. ശരി, അപ്പം ഞാൻ എടുത്തേക്ക് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹോർമോൺ വിച്ച് ഗിവ്സ് യു ഇൻസ്റ്റന്റ് റിവാർഡ്. നമ്മൾ പഞ്ചസാര കഴിക്കുന്ന സമയത്ത് കിട്ടുന്നതും അതന്നെ. ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിമ്പിൾ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, സ്റ്റക്ക് ഇൻ ദാറ്റ് ലൂപ്പ്. നിങ്ങളെ പിടിച്ചിട്ട് ആ ലൂപ്പിലിടണം. ഇട്ട് ഗിവ് യു ഇൻസ്റ്റന്റ് റിവാർഡ്. ഓക്കെ, ഇൻസ്റ്റന്റ് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വിട്ടുപോകില്ല. ഇത് അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താ വെച്ചാൽ ബ്രാൻഡ് മനുഷ്യനാന്ന് വെച്ചാൽ ബ്രാൻഡ് മനുഷ്യനായിട്ട് കാണേണ്ടത് എന്തുകൊണ്ടാണ്? ഈ ഇൻസ്റ്റന്റ് റിവാർഡ് മനുഷ്യർക്ക് മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന് മാത്രമേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യന് മാത്രം ഇത് ആസ്വദിക്കാൻ പറ്റുന്ന സമയത്ത് ബ്രാൻഡിന്റെ പിന്നാലെ നിൽക്കുന്ന മനുഷ്യന്മാരെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ റൈറ്റ് ഇൻഫർമേഷൻ ടു ദ റൈറ്റ് കസ്റ്റമർ അറ്റ് ദ റൈറ്റ് ടൈം. ഇത് കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ഒരു വാക്കും കൂടിയും പറയണേ, കീപ് ഹിം ഇൻ ദാറ്റ് ലൂപ്പ്. അവനെ പുറത്തു വിടരുത്. അവന് പുറത്തു വിട്ടാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവന് പല ആൾട്ടർനേറ്റീവ്സും കാണും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വെബ്സൈറ്റ്, ഇ കൊമേഴ്സിൻ്റെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് you give 100 options, okay, in one page, and you give 5 options in another page. Where will you go? തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ 5 ഓപ്ഷൻ. ബിക്കോസ് എന്താണ്, നിങ്ങൾക്ക് എല്ലാം കൂടി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഭ്രാന്താവാൻ താല്പര്യമില്ല. You will be confused, right? അപ്പോൾ ഒരു മാർക്കറ്റർ ഈ പറഞ്ഞ പോലെ പെയ്ഡ് ആഡ്സ് ചെയ്യണം, ഓർഗാനിക് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ മുന്നേ ഇയാൾക്ക് സൈക്കോളജി അറിയണ്ടേ? Persuasion technique എങ്ങനെയാണ്? How can I persuade you? How can I persuade you to stay in my loop? How can I motivate you to enjoy my content? How can I make you to accept my narration? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ? എന്നാലല്ലേ നിങ്ങൾക്ക് എൻ്റെ പ്രൊഡക്റ്റിനോട് അഫിനിറ്റി ഉണ്ടാവുള്ളൂ. ഈ ഇൻഡെക്സിനെ നമ്മൾ ശരിയാക്കാത്തൊരു സ്ഥിതിക്ക്
ബാക്കിയുള്ള നമ്മൾ ഈ പറയുന്ന ടൂൾസിൻ്റെ പല ഫീച്ചേഴ്സും നമ്മൾ ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ പ്രോപ്പർലി. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ആഡ്സ് മാനേജറിൻ്റെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഡാഷ്ബോർഡ് ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ഇച്ചിരി ബോധമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പം ഇത് എൻറ്റയർ പ്രോസസ്സ്, അതായത് കസ്റ്റമർ എന്താണ്, അവർ എന്താലോചിക്കും, എന്ത് ജേർണി എടുക്കും, എന്താണ് അവർ നെക്സ്റ്റ് മൊമെന്റിൽ എടുക്കാൻ പോകുന്ന ഡിസിഷൻ, ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈവൻ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗിലോട്ടേക്ക് പോകുള്ളൂ. ഈസി ആവും അവർക്ക്. അപ്പൊ പിന്നെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ ഇച്ചിരി കൂടി. പിന്നെ നമ്മൾ ഇദ്ദേഹത്തിന് ഈ വ്യക്തിക്ക് പിന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി ദാറ്റ് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഷുഡ് ഹി ടോക്ക്, വെയർ ഷുഡ് ഹി കീപ് സൈലന്റ്, വെയർ ഷുഡ് ഹി നോട്ട് ടോക്ക്. പിന്നെ ആരോട് നമുക്ക് എല്ലാവരോടും കയറി സംസാരിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഇപ്പോൾ ഞാനൊരു 2-3 കമ്പനികൾക്ക് CMO ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ജോലി ഏറ്റവും വലുത് എന്താണെന്ന് അറിയുങ്ങൾ, ടു ഫൈൻഡ് ദ റൈറ്റ് ICP. വേറെ ഒന്നുമില്ല. വേറൊരു ടൂളോ പ്രോസസ്സോ KPI ചെക്ക് ലിസ്റ്റോ ഒന്നും എൻ്റെ തലവേദന അല്ല. എൻ്റെ തലവേദന എന്ന് വെച്ചാൽ ഹൗ ഷുഡ് ഐ ഫ്രെയിം ദ റൈറ്റ് ICP, ഹൗ ഷുഡ് ഐ അഗെയിൻ ഫ്രെയിം ദ റൈറ്റ് ICP, and I should study which ICP gives me maximum AOV, LTV. ഇത് കിട്ടുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശം. അപ്പം ഇത് പഠിക്കൽ നിർബന്ധമാണോ? ആണ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഈ ICP എന്താണെന്നുള്ളത് മേ ബി വ്യക്തമായിട്ടുണ്ടല്ലോ. സോ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ. അപ്പോൾ അതൊരു കാര്യമാണ്. അതായത് ICP എന്ന് വെച്ചാൽ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യനായ ഉപഭോക്താവ്. ഏറ്റവും അനുയോജ്യനായ ഉപഭോക്താക്കളുടെ കൂട്ടത്തെ കിട്ടിയാൽ മാത്രമേ ഈ ഉപഭോക്താക്കളോട് നമ്മൾ എങ്ങനെ സംസാരിക്കേണ്ടത് മനസ്സിലാവുള്ളൂ. എക്സാക്ട്ലി. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പം സാറിൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇപ്പം 2026 നമ്മൾ വന്ന് നിൽക്കുകയാണ്. ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എവല്യൂഷനാണ് ഇത്രയും ടൈം പീരീഡിൽ വന്നത് അല്ലേ? അതിൽ സാറിന് ഫീൽ ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് തോന്നിയിട്ടുള്ള ഒരു മാറ്റം ഈ മാർക്കറ്റിംഗ് സെഗ്മെന്റിൽ വന്നിരിക്കുന്ന മാറ്റം. ഓക്കെ, പ്രഡിക്റ്റീവ് ഇൻ്റലിജൻസ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൂട്ടം ഉപഭോക്താക്കളെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ പെരുമാറും എന്നുള്ളത് സിസ്റ്റംസ് തന്നെ പറഞ്ഞു തരുന്ന കാലത്തേക്ക് എത്തി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു വസ്തുത ഇവനോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2025 ഒക്ടോബർ മുതൽ ഈ ലോകത്ത് വലിയ ബഹളം കേൾക്കുന്നത്. ഫേസ്ബുക്ക് മാറി, പ്ലാറ്റ്ഫോം മാറി, എല്ലതും മാറി, ഒന്നും മാറിയിട്ടില്ല. എല്ലാവരും പേടി ആൻഡ്രോമേഡ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. സുഹൃത്തെ, നീ എനിക്ക് നല്ല പോലെ നീ ആരോടാ സംസാരിക്കണേ എന്നുള്ളത് നിന്റെ നരേഷൻ എനിക്ക് തായോ. നിന്റെ നരേഷൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് പറ്റുന്ന ആൾക്കാരെ നിനക്ക് പിടിച്ചു കൊടുക്കാം. ഇത്രേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡേറ്റ എന്ന് പറയുന്ന വസ്തുതയെ കൃത്യമായി മനസ്സിലാക്കി അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കൃത്യമായ രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇന്നത്തെ സാഹചര്യം. അതാണ് ഞാൻ ഈ പ്രഡിക്റ്റീവ് 2026 ഞാൻ കണ്ടിരിക്കുന്ന മാർക്കറ്റിങ്ങിലെ ഏറ്റവും വലിയ ഇതുവരെ ഇപ്പോൾ ജനുവരി ആയിട്ടുള്ള 7-ാം തീയതിയാണ്. ജനുവരിയിൽ ഞാൻ പറയാണ് പ്രഡിക്റ്റീവ് ഇൻ്റലിജൻസ് ആയിരിക്കും 2026 ഏറ്റവും വലിയ കാര്യം. 2027 കഴിഞ്ഞാൽ ഇതൊന്നല്ലാവുക, ഇനി ഇതൊരു ഓട്ടോണമസ് സിസ്റ്റത്തിലേക്ക് മാറും. നമുക്ക് സത്യത്തിൽ പറഞ്ഞാൽ മാർക്കറ്റിംഗ് വളരെ എളുപ്പമായിക്കൊണ്ട് ഇപ്പോൾ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്, യു ആർ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് പീപ്പിൾ ഓൺ ദിസ് പ്ലാനറ്റ് ടു സ്റ്റഡി മാർക്കറ്റിംഗ്, ബിക്കോസ് നിങ്ങൾക്ക് ഇത് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ല സമയമായത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അധ്വാനം കുറവാണ്. നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു നറേഷനും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെ കൊടുക്കേണ്ടി എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇത് മതി, വേറെ ഒന്നും വേണ്ട. കാരണം ബാക്കിയുള്ളതൊക്കെ സിസ്റ്റം തന്നെ പറഞ്ഞിട്ട് സുഹൃത്തെ നമുക്ക് ഇങ്ങനെ നോക്കാം അങ്ങനെ നോക്കാന്നൊക്കെ തന്നെ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്യാനുള്ള സംഭവമാണ് ഈ AI. സാർ കുറേ ടൂൾസ് സിസ്റ്റത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം സാറിൻ്റെ ഒരു ജേർണി, സാർ പറഞ്ഞു സാർ ഒരുപാട് വായിച്ചിട്ട് ഒരുപാട് റിസർച്ച് ഇസ് എ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലേ മാർക്കറ്റിംഗിൽ. അപ്പൊ ആ റിസർച്ച് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ പ്രോസസ്സ് നമുക്ക് ഭയങ്കരമായിട്ട് ഈസി ആയി ഇരിക്കുകയല്ലേ ഈ ഒരു AI വന്നിട്ട്. അപ്പോൾ
അപ്പോഴും ആൾക്കാരുടെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല, കാലയില്ല, കാരണം AI വന്നു, ആൾക്കാർ AI വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കമ്പനീസ് ഹയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സാലറി കുറവാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിനോട് നമുക്ക് കുറച്ച് നമ്പർ വെച്ച് സംസാരിക്കാം. ഓക്കെ. ഇന്ത്യയിൽ 146 കോടി ജനമുണ്ട്. ഇതിൽ എത്ര കോടി ജനത്തിൻ്റെ ഇന്റർനെറ്റ് ഉണ്ട്? 100 കോടി ജനത്തിൻ്റെ ഇന്റർനെറ്റ് ഉണ്ട്. ഓക്കെ. 52 കോടി ജനങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. 100 കോടിയിൽ അപ്പോഴും ഏകദേശം ഒരു 40 കോടിയുടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ? 40ൻ്റെ പുറത്ത്. ഇതിൽ 10 കോടി വെച്ച് ഓരോ കൊല്ലം കണ്ട് കയറിയാലോ? അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മരിക്കുമെന്ന് ചോദിച്ചാൽ മരിക്കില്ല. മാർക്കറ്റിങ്ങിന് ഇനി സംഭവിക്കാൻ പോകുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കും. ഒരു റീസെറ്റ് വരാൻ പോകുന്നുണ്ട്. ഇപ്പം 2018 മുതൽ 2025 വരെ നമ്മൾ ജീവിച്ച ഒരു മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റൈലും 2026 മുതൽ 2030 വരെയുള്ള ഒരു മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റൈലിൽ ഒരു റീസെറ്റ് ഇവിടെ നടക്കും. ആ റീസെറ്റ് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ, അറിവുള്ളവനും ഇതിനെ സ്നേഹിക്കുന്നവനും ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് എടുക്കുന്നവൻ്റെയും സ്വർണ്ണകാലാണ് വരാൻ പോണത്. ഓക്കെ. അതല്ല, ഇതൊരു ഡിസ്കോ ഡാൻസ് ആയിട്ട് കാണാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ റീസെറ്റിൽ പെട്ടുപോകാനും സാധ്യതയുണ്ട്. കാരണം എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ പ്രോസസ്സിനെ എളുപ്പമാക്കി തരികയാണ്. ഓക്കെ. അപ്പോൾ അവിടെ എൻട്രി ബാരിയർ ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്തൊരു വസ്തുവിനും എക്കണോമിക് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി ബാരിയർ കൂടണം. നിങ്ങൾ കടന്നു കിട്ടാനുള്ള പ്രതിസന്ധി കൂടുതലാണെങ്കിൽ അവിടെ പൈസ കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ്. പക്ഷെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എൻട്രി ബാരിയർ ഇല്ല എന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് കുട്ടികൾ പരിഭ്രമിക്കുന്നത്, ഇൻ്റെ പണി പോകുന്നുള്ളത്. ശരിയാണ്. അത് ശ്രീനിവാസൻ സിനിമയെ പറഞ്ഞപ്പോൾ എക്കണോമിക്സിനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ എത്ര മാത്രം മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലെ ഡിജിറ്റൽ ആൻഡ് ഡാറ്റ സൈഡ് പ്ലസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാമീപ്യം നശിക്കില്ല. സാറിൻ്റെ വാക്കാണ്, സാറിൻ്റെ വാക്കല്ല. ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരുവിധം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇത് ഒരിക്കലും നശിക്കാൻ വേണ്ടി പോകില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം അപ്പം അത് പരിഭ്രമിക്കേ വേണ്ട. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ റീസെറ്റ് വരും. റീസെറ്റ് വരും. അത് വന്നു കഴിഞ്ഞാൽ ഇത് ശരിയായ പേഴ്സ്പെക്റ്റീവിൽ എടുക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും പരിഭ്രമിക്കേണ്ടി വരില്ല, ആവശ്യം വരില്ല. ഓക്കെ. സോ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം സാറ് പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഡേറ്റ പ്ലസ് AI. അപ്പോൾ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമായിരുന്നു. ഡേറ്റ അനലിറ്റിക്സ് വേറെ എന്തോ ഒരു സംഭവമാണ്, സെപ്പറേറ്റ് ആയിട്ടൊരു സാധനമായിട്ടായിരുന്നു ആൾക്കാർ എടുത്തിരുന്നത്. പക്ഷെ ശരിക്കും ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതലും അത് ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്യണമെങ്കിൽ ഡേറ്റ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ? അപ്പൊ ഡേറ്റ ഡ്രിവൺ ആയിട്ട് തന്നെ ആൾക്കാർ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് അല്ലേ? സോ അത് രണ്ടായിട്ട് എടുത്തിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. രണ്ടും ഒരേ രീതിയിൽ പറയുകയാണെങ്കിൽ ഡേറ്റയാണ് ഇതിനൊക്കെ മാതാവ്. ദ മദർ ഓഫ് എവറിത്തിങ് ഇസ് ഡേറ്റ. ബിക്കോസ് ഡേറ്റയെ നിങ്ങളെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ഡേറ്റയെ നിങ്ങളെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഡേറ്റയെ നിങ്ങളെങ്ങനെ നറേറ്റ് ചെയ്യുന്നു, ഡേറ്റയെ നിങ്ങളെങ്ങനെ യൂസ് ചെയ്യുന്നു, ഇതാണ് ഒരു മനുഷ്യൻ്റെ കഴിവ് കിടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബോംബെയിൽ. അദ്ദേഹത്തിനൊരു റിസർച്ച് ഏജൻസിയാണ്, ഡേറ്റ റിസർച്ച് ഏജൻസിയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ആർട്ടിക്കിൾസ് എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. അഹമ്മദാബാദിൽ ഇന്ന ഹൗസിംഗ് കോളനിയിലാണ് ഇന്ന പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോവുക, ഇത്ര പിൻകോഡുകൾ, ഇത്ര പിന്നെ ബോംബെയിൽ ഇന്ന പിൻകോഡിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് കഴിഞ്ഞ വർഷം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കിട്ടിയ ഫേസ്ബുക്കിന് ഇത് കൊടുത്താൽ എത്രത്തോളം എളുപ്പമാണ്. അപ്പം എന്ന് വെച്ചാൽ അത്രത്തോളം ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ പഠിക്കുന്ന ആൾക്കാരെന്നുണ്ട്. അപ്പോൾ ഡേറ്റ പഠിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താ? പാറ്റേൺ മനസ്സിലാവും. പാറ്റേൺ കിട്ടിയാൽ മതി. അതാണ് ചില കമ്പനികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 0 to 1 billion in 8 months, 200 crores in 3 months. അപ്പോൾ ചിലവർ പറയും ദൈവമേ വലിയ ഭാഗ്യമാണല്ലോ. ഞാൻ പറയുന്നത് ഭാഗ്യനെക്കാട്ടിയും കൂടുതൽ ഇവർക്ക് കളിക്കാനറിയാം. ഇവർ ശരിക്കും അതാണ് ഇന്ത്യയിൽ ഇന്നാൾ ഒരു വ്യക്തി പറഞ്ഞത് കൃത്യമായിട്ട്. ഏറ്റവും വലിയ ബിസിനസ് ഏതാണെന്ന് ചോദിച്ചു. അദ്ദേഹം ഇടത്തേക്ക് പറഞ്ഞു ഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും വലിയ ബിസിനസ്. ഡിസ്ട്രിബ്യൂഷൻ എന്തിനാണ്? ഈ പ്രൊഡക്റ്റ് എത്രത്തോളം ആൾക്കാർക്ക് ചെല്ലിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം ആൾക്കാർക്ക് എത്തി. ഇപ്പോൾ 19,000 പിൻകോഡ് ഉണ്ട് ഇന്ത്യയിൽ.
ഈ 19,000 പിൻകോഡിൽ 1000 പിൻകോഡിൽ നമ്മൾ സാധനം അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RTO വരുന്ന സ്ഥലങ്ങളുണ്ട്. RTO എന്ന് റിട്ടേൺ ഓർഡർ, ഫ്രോഡ് കളി. അതുവരെ പഠിക്കണവരുണ്ട്, അങ്ങോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഡേറ്റ പഠിക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവസാനിക്കാൻ പോകുമെന്ന് ഒരുത്തം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മിസ് ഇൻ്റർപ്രിട്ടേഷനാണ്. ഒരു വിഷയത്തിനെ അതിനെ അവതരിപ്പിക്കുന്നതിൽ ചില എന്താ പറഞ്ഞാൽ ഒരു തെറ്റായ മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് അത്രത്തോളം നമുക്കൊരു SMBക്കും ഒരു MSMനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സുവർണ്ണ കാലഘട്ടമാണ്. എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡിജിറ്റൽ ലിറ്ററസി അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കൽ ഇന്നത്തെ കാലത്ത് നിർബന്ധവുമാണ്. ചില വ്യക്തികൾക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചാൽ അവരുടെ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാം. അപ്പം ഇപ്പോൾ സാറ് കുറേ പിൻകോഡിൻ്റെ കേസ് പറഞ്ഞു. സാറ് നേരത്തെ സാറിൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു കോഫി വെൻഡിങ് മെഷീൻ വിൽക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ സാറ് പറഞ്ഞായിരുന്നു സാർ ഇത്ര ഡേറ്റാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് സാർ എടുത്ത് കൊടുത്തത്? ഓക്കെ, ഗ്രേറ്റ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞത് എന്താണ് ശരിക്കും എന്താ? ഏറ്റവും വലിയ സ്കിൽ സെറ്റ് 2026-ലും 2025-ലും പറഞ്ഞിരിക്കുന്നത് കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. നമ്മൾ ChatGPT ആയിക്കോട്ടെ, നമ്മൾ ക്ലൗഡ് ആയിക്കോട്ടെ, നമ്മൾ ബാക്കിയുള്ള ടൂളുകളായിക്കോട്ടെ, എങ്ങനെ ഞാൻ ഇതിനോട് ചോദ്യം ചോദിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കും. അത് നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും മക്കൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഓക്കെ, ദിസ് നറേഷൻ ഐ ഹാവ് ടു ഇൻ്റർപ്രറ്റ് ഇൻ ടു ദ വെബ്സൈറ്റ്, ഇൻ ടു ദ സോഷ്യൽ മീഡിയ, ഇൻ ടു ദ കോണ്ടന്റ് സൈഡ്, ഇൻ ടു ദിസ്. അതാണ് അതിൻ്റെ രീതി. സോ അതാണ് ഏറ്റവും ഇപ്പം വരുന്ന. ഇപ്പം നമ്മൾ ChatGPT യൂസ് ചെയ്യുന്നു, ജെമിനി യൂസ് ചെയ്യുന്നു, പക്ഷെ ഇതൊക്കെ ചുമ്മാ വെറുതെ ഒരേ രീതിയിൽ എങ്ങനെ ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഇത് ആരാണ് ഇതിന് റോൾ പ്ലേ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ട്. സിനിമയുടെ പോലെ തന്നെ തിരക്കഥാകൃത്ത്, സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും ഈ കാര്യം റോൾ പ്ലേ, അതാണല്ലോ ഓരോ അഭിനേതാവിന്. മമ്മൂട്ടി അദ്ദേഹം നമ്മുടെ അഭിമാനമായ അദ്ദേഹം എന്ത് ചെയ്തു, കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, ഞാൻ എന്ത് തരം കഥ എഴുതി വന്നാലാണ് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുക? അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ് ChatGPT-യോട് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ്, നിങ്ങൾ എന്നെ കണ്ടിട്ട് ChatGPT എല്ലാ ആൻസറും തരും എന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ കഥയിൽ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നരേഷനാണ് ഈ സംഭവത്തിനെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ അതിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സംഭവത്തിനെ ചെറ്റിക്കണം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബാച്ചിലോട്ടേക്ക് വരാം. അപ്പം സാറിന് സ്റ്റുഡൻസിന് ഒരുപാട് മെൻറ്റർ ചെയ്ത സമയത്ത് സാറിന് ഫീൽ ചെയ്ത ഒരു കാര്യം, ലൈക്ക് ഇന്ന് എന്താണ് നമ്മളുടെ കുട്ടികൾക്ക് ലാക്ക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ എവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്? രണ്ട് രീതിയിൽ അത് പറയാം. ഒന്ന്, ഭയങ്കര പരിഭ്രമം. അതായത് എന്തൊക്കെ ഞാൻ പഠിച്ചാലും എനിക്കൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമെന്നുള്ള ഒരു പരിഭ്രമം എല്ലാവരും മുഖത്തുമുണ്ട്. എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുമോ എന്നൊരു തോട്ട് പ്രോസസ്സ് ചിന്തിക്കുന്നുണ്ട്. ഒരു കേസ് എനിക്ക് തോന്നിയിരിക്കും. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ എല്ലാം വളരെ ഈസിയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഇതൊക്കെ എന്ത്. അപ്പം ഇത് രണ്ടിൻ്റെ ഇടയിലും ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും ഒരു മെൻറ്ററിൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത് വലിയൊരു ഭീഷണിയുള്ള കാര്യമല്ല, എന്നാൽ ഇതിന് കുറച്ചൊക്കെ ഒരു അധ്വാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അതാണ് ഞാൻ പരമാവധി പരിശ്രമിക്കാറ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. നിങ്ങൾ അത്ര കണ്ട് സാധ്യതകൾ ഇതിനുണ്ട്. ലക്ഷക്കണക്കിന് ജോലി ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. സ്കിൽ സെറ്റ് ഉള്ളവരെ കിട്ടാൻ വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സ്കിൽ സെറ്റ് ഉള്ളവർക്ക് എന്നും സാധ്യത ഉണ്ട്. സ്കിൽ സെറ്റ് ഉള്ളവർക്ക് ഇന്ന് പേ ഉണ്ട്. 2020 ശേഷം 2022 കൂടിയിട്ടൊക്കെ നല്ല പേ സ്കെയിലിലേക്ക് ഇപ്പോൾ ഇത് വരുന്നുണ്ട്. റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടോപ്പ് ലൈൻ ആൻഡ് ബോട്ടം ലൈൻ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഒരു കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ബിക്കോസ് വി ആർ ദ പേഴ്സൺ ഹു ഈസ് ഫ്രെയിമിങ് ദാറ്റ് നറേഷൻ ടു ദ പീപ്പിൾ. കാരണം നമ്മളാണ് മനുഷ്യന്മാരോട് സംസാരിക്കാനുള്ളത് പഠിപ്പിച്ചത്. ഓക്കെ. സോ ഇപ്പോൾ സാറി പറഞ്ഞ പോലെ തന്നെ
ഈ ഒരു സാലറി അല്ലെങ്കിൽ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പം സാർ ഒരു എന്തായാലും എക്സ് എംപ്ലോയി ഓഫ് മെറ്റ ഫേസ്ബുക്ക് ആയിരുന്നു. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഗൂഗിളിൽ ഒന്ന് കയറി കിട്ടാൻ അല്ലെങ്കിൽ മെറ്റയിൽ തന്നെ ഒന്ന് കയറി കിട്ടാനായിട്ട്, പക്ഷേ അതിനെന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് വേണം, അതിനെന്തെങ്കിലും എക്സ്ട്രാ പ്രിപ്പറേഷൻസ് ചെയ്യണോ എന്നൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് അത് ഓരോ ആ നമ്മുടെ ഈ പറയപ്പെടുന്ന കമ്പനിയിലെ ഓരോ ജോണറിൽ പെട്ട ജോബ് റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിരിക്കും. എന്നാൽ ഞാൻ പറയുക എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻ എല്ലാത്തിനും വേണ്ടി വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ വേണ്ടെന്നാണ്. നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു, നിങ്ങളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം ഞാനതിന് ഈ കമ്പനികൾ ലോകത്തുള്ള എല്ലാ കമ്പനികളിലും ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ ഒരു കമ്പനിയുടെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത് ഒരു ബിസിനസ് ഇമ്പാക്റ്റ് ക്ലോസ് ചെയ്യുന്ന രൂപത്തിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അവിടെ പേയ്മെൻ്റ് ഉണ്ട്. ആ കമ്പനിയുടെ ഒരു ബിസിനസ് പ്രോബ്ലത്തിൻ്റെ ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ പൈസ ഉണ്ട്. അവിടെ നിങ്ങൾ അവരെടുക്കും. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചോ, നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് ബിടെക് എടുത്തോ, നിങ്ങൾ എവിടെ നിന്ന് MBA എടുത്തോ, ഇതൊന്നും അവരുടെ പ്രശ്നമല്ല. മനസ്സിലാണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പല ആൾക്കാരും എൻ്റെ ലൈഫിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇത്തിസലാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡയറക്ടർ ബാച്ചിലർ ഇൻ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ആളാണ്. ബട്ട് ഹീ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ഹൂ നോസ് ദ ഓപ്പറേഷൻ ഓഫ് ഹൗ ടു റൺ എ കോൾ സെൻറ്റർ. അപ്പം നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതിനെക്കാട്ടിയും കൂടുതൽ നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് അവിടെ കാര്യം കിടക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടാമത് ചോദിച്ചൊരു ചോദ്യമാണ്, ഇതിനെന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടോ? ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ നിർബന്ധമാണ്. നിങ്ങൾക്ക് പ്രോബ്ലത്തിനെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും നോക്കണം. നിങ്ങൾ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഈ കമ്പനിക്ക് അത് പോസിറ്റീവിലേക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് നരേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റണം. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനൊക്കെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുന്ന, ഇപ്പോൾ പ്രൊഡക്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കുന്നവരുണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലുണ്ട്, പിന്നെ കോണ്ടൻറ്റിനാണുണ്ട്, അങ്ങനെ പല രീതിയിലും ട്രെയിനിങ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ബേസിക്കായിട്ട് നിങ്ങൾ സ്കിൽ സെറ്റ് വെച്ച് എങ്ങനെ ഈ കമ്പനിയുടെ ഒരു പ്രോബ്ലത്തിൻ്റെ ബിസിനസ് ഇമ്പാക്റ്റിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ്. ഓക്കെ. സോ നമുക്കിതൊരു വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് ഒരുപാട് ആൾക്കാർ സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് പോലെ ഇത് വന്നിരിക്കുകയാണ്. എത്രയോ ആൾക്കാർ ഇതിലോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവർ കൊടുക്കാത്തത്, അല്ലെങ്കിൽ കൊടുക്കാത്തത് എന്ന് പറയുന്നതിനേക്കാളും ഉപരി നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം സാറിൻ്റെ മെൻറ്ററിങ്ങിൽ ഒരു കുട്ടി വന്ന് പഠിക്കുകയാണെങ്കിൽ സാറിന് അഷ്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് പഠിച്ചിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? Understand the human well, understand the communication angle well, understand data well, understand interpretation of data well, understand a medium range of knowledge in prompt engineering and context engineering, understand what are the types of platforms which people are admire, understand what type of കോണ്ടൻറ്റ് പീപ്പിൾ കൺസ്യൂം. അതിലൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. ആ മിനിമം ഗ്യാരണ്ടിയാണ് ഒരു എൻട്രി ലെവൽ കോഴ്സിൽ ഒരു വിദ്യാർത്ഥി പ്രതീക്ഷിക്കാനും പാടുള്ളൂ. കാരണം ആ പ്രതീക്ഷ ആയിരിക്കണം അവൻ്റെ ഉള്ളിൽ അടുത്ത ലെവൽ തിങ്ക് ചെയ്യാനുള്ള ഒരു ഫയർ ബിൽഡപ്പ് ചെയ്യേണ്ടത്. അത് നമുക്ക് കൊടുക്കാം. ഗ്രേറ്റ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ലൈക്ക് ഇപ്പം ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ കേസ് പറയുമ്പം, ഈ AI ടൂൾസിൻ്റെ കേസസ് പറയുമ്പം നമ്മൾ എക്സ്ട്രാ ടൂൾസ് കാര്യങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ കൃത്യമായിട്ടത് കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയും, നിങ്ങളെ എക്സാമ്പിൾ പറയുന്ന അറിയും. നിങ്ങളെ എക്സാമ്പിൾ പറയും, നിങ്ങളെ യൂസ് കേസ് പറയും, നമുക്കത് പരിശോധിക്കാം. എൻ്റെ യൂസ് കേസിൽ മാത്രം നിൽക്കണ്ട. കാരണം നിങ്ങളെ യൂസ് കേസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലത്തിൽ, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ് ഇങ്ങനെ പ്രോംപ്റ്റിനെ കുറിച്ച് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ലേഡി പറഞ്ഞു, സാറേ എനിക്ക് കോവൈ പുത്തൂർ ഒരു ഓട്ടിസം സെൻറ്റർ തുടങ്ങണം, ഓട്ടിസം ട്രെയിനിങ്, ഓട്ടിസം കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം. എനിക്കിത് എങ്ങനെ നെറേറ്റ് ചെയ്യാന്ന് കാണിച്ചു തരണം. നിങ്ങൾ പല കമ്പനികളും കാണിച്ചെന്നൊക്കെ ഓക്കെ, റെസ്പെക്റ്റ് ഇറ്റ്.
പക്ഷേ എൻ്റെ പെയിൻ പോയിന്റ് ഇതാണ്. അപ്പോൾ ഞാനത് കൃത്യമായി കാണിച്ചെടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് കൺസ്യൂമറിനെ പഠിക്കേണ്ടതെന്ന് കിട്ടി. മനസ്സിലായി. ഓക്കെ, ഗ്രേറ്റ് സർ. സോ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. സാറിൻ്റെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമുക്കിപ്പം സ്പെൻഡ് ചെയ്തതിന്. ആൻഡ് ഇത് ഭയങ്കര ബെനിഫിറ്റും ആയിരിക്കും നമ്മളുടെ സ്റ്റുഡൻസിന്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സാർ ഇന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, സാറിൻ്റെ ബാച്ചിലർ, സാറിൻ്റെ സ്റ്റുഡൻസിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ സാറിൻ്റെ ഒരു മെൻറ്റർഷിപ്പിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോർ ദാൻ ദാറ്റ് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് കണക്ട് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് നമ്മുടെ കൗൺസിലറായിട്ടൊന്ന് സംസാരിക്കുക. എന്തുകൊണ്ട് നിങ്ങൾ ഇത് എടുക്കണം, എന്തുകൊണ്ട് ഇത് പഠിക്കണം എന്നുള്ളത് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.